നമസ്കാരം. അട്ടിപ്പേറായി കിടന്ന് കോൺഗ്രസിന് മാത്രം വോട്ട് ചെയ്യാൻ മാത്രം ഈ പാർട്ടി നമുക്ക് വേണ്ടി എന്ത് ചെയ്തെന്നും UDF LDF സഖ്യങ്ങൾ മതേതരമാണെന്ന് ആർക്കെങ്കിലും പറയാമോ എന്നും ചോദിച്ചുകൊണ്ട് വരാപ്പുഴ അതിരൂപത ഇതാ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും ഒരുപോലെ ആക്രമിച്ച് നരേന്ദ്രമോദിയെയും BJPയെയും പ്രശംസിച്ചും BJP ഇത്തവണ കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്നും മോദിക്കും BJPക്കും ഒപ്പം നിലനിൽക്കണമെന്നും ആവശ്യപ്പെടുന്ന ലേഖനം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് അതിരൂപതയുടെ മുഖപത്രമായ ജീവദീപ്തിയിലാണ്. ഇന്ത്യയെ ആര് നയിക്കുമെന്ന തലക്കെട്ടിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ലേഖനം ആലപ്പുഴ രൂപതയിലെ വൈദികൻ ഫാദർ സേവിയർ കുടിയാംശ്ശേരിയുടേതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ക്രിമിനലുകളുടെ സങ്കേതമെന്ന് വിശേഷിപ്പിക്കുന്നത് നമ്മൾ ജനിച്ചു വളർന്ന കോൺഗ്രസ് ഇന്നുണ്ടോ എന്നും പുതുതലമുറ ചോദിക്കുന്നു എന്ന് പറയുന്ന ലേഖനത്തിൽ കമ്മ്യൂണിസം അറിയുന്നവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇല്ലെന്നും പറയുന്നു. അട്ടിപ്പേറായി കിടന്ന് കോൺഗ്രസിന് മാത്രം വോട്ട് ചെയ്യാൻ മാത്രം ഈ പാർട്ടി നമുക്ക് എന്ത് ചെയ്തെന്നും ചോദിച്ചിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റുകാർ അവരുടെ പാർട്ടിക്കാരെ മാത്രമാണ് സേവിക്കുന്നതെന്നും കോൺഗ്രസിലെ പ്രതീക്ഷ നഷ്ടമായെന്നും കോൺഗ്രസിലെ പുതിയ തലമുറ മാറി ചിന്തിക്കുകയാണെന്നും ഇന്ത്യ മുന്നണിക്ക് ദാർശനികമായ അടിത്തറയില്ലെന്നും പറഞ്ഞു. രണ്ടും വർഗീയ പ്രീണനമാണ് തുടരുന്നത്. UDF മുസ്ലിം ലീഗിന് അടിയറവ് പറഞ്ഞിരിക്കുന്നു എന്ന് ഒരാരോപണവുമുണ്ട്. ഇടതുപക്ഷവും ഇക്കാര്യത്തിൽ മോശമല്ല. മുസ്ലിം ലീഗിനെ പ്രലോഭിപ്പിച്ച് തങ്ങളുടെ ക്യാമ്പിലെത്തിക്കാനുള്ള തത്രപ്പാടിലാണവർ. BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്നും ലേഖനത്തിൽ പറയുന്നു. നരേന്ദ്രമോദിക്ക് വിദേശത്ത് സ്വീകാര്യതയുണ്ട്. BJP കരുത്തോടിപ്പോൾ ഇന്ത്യ ഭരിക്കുകയാണെന്നും അവർ നേതൃത്വം കൊടുക്കുന്ന വികസന പ്രവർത്തനങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാനാവില്ലെന്നും പറയുന്നു. കരുണാകരൻ്റെ മകൾ പത്മജ, AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി എന്നിവരെല്ലാം BJPയിലേക്ക് ചേക്കേറിക്കഴിഞ്ഞു. ഇനിയും അയിത്തം കൽപ്പിച്ചാൽ നാളെ അവർ നമ്മെ പുറത്തു നിർത്തുമെന്നും അതിലും നല്ലത് നമ്മൾ അകത്ത് കടക്കുകയല്ലേ എന്നും ചോദിക്കുന്നു. BJPയിൽ അഴിമതിയില്ല എന്ന് വേണം കരുതാനെന്നും പറയുന്നുണ്ട്.